പിന്നെ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ അത് പറയോ? സോറി ചേട്ടാ. അല്ലേ? അപ്പൊ അത് പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യം എന്താ? ഒന്നെങ്കിൽ നിങ്ങളെ ബമ്പിളിൽ ഉണ്ടായിരിക്കണം, അറിഞ്ഞിട്ടും ബമ്പിൾ തുടങ്ങാതിരിക്കുന്നതാണോ? പിന്നെ ആ കൂട്ടുകാരി എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ കൂട്ടുകാരി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ ഒന്നും ചോദിക്കണം. അല്ല, എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഷൈൻ ചേട്ടൻ നല്ല ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. നല്ല ആക്റ്റീവ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ടുണ്ടോ? ബമ്പിളിൽ അല്ല, എന്നെ കണ്ടിട്ടുണ്ടോ തന്റെ കൂട്ടുകാരി? ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ നല്ല ആക്റ്റീവ് അല്ല, ആണെന്ന് ഞാൻ പറയും? ഷൈൻ ചേട്ടന്റെ മൂവീസ് ഒക്കെ കാണുമല്ലോ. എന്താണ് ബമ്പിളിൽ നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ? മെസ്സേജ് അയക്കണേ റിപ്ലൈ ചെയ്യണോ? ചിലപ്പോ അതായിരിക്കും നിങ്ങൾ. അപ്പൊ ഓള് അങ്ങനെ മെസ്സേജ് അയക്കണോണ്ടാണല്ലോ ഞാൻ റിപ്ലൈ ചെയ്യണത്. ചിലപ്പോ അതായിരിക്കും. പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള എന്റെ ആക്റ്റീവ്നെസ് കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലോ. പിന്നെ ഈ നല്ല ആക്റ്റീവ് ആണെന്ന് ഉദ്ദേശിച്ചത് എന്താ? ചിലപ്പോ അപ്പൊ ചോദിക്കേണ്ടവരോട് മാത്രം ചോദിച്ചാൽ മതി അങ്ങനത്തെ കാര്യങ്ങൾ. സോറി ചേട്ടാ. ഞാൻ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വെറുതെ ഇത് ചക്കയാണോ എന്ന് കുത്തി നോക്കേണ്ട കാര്യമില്ല. കാണുമ്പോഴേ അറിയാമല്ലോ ചക്കയാന്ന്. മനസ്സിലായ? ചക്ക കണ്ടാ അറിയില്ലേ അത് ചക്ക തന്നെയാണോ എന്ന് കുത്തി നോക്കുമല്ലോ. സോറി ചേട്ടാ. എന്റെ കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞേക്കും, മേലൊക്കെ മെസ്സേജ് അയക്കരുന്നു. ഓക്കെ, നെക്സ്റ്റ് ചക്കം. ഇത് ഏത് ചക്ക? ചക്കം ഏത് കൂട്ടുകാരിയുടെ ചോദ്യം? ഇല്ല, ഇത് ശരിക്കുള്ള ചോദ്യം. ശരിക്കും എന്താ ദേഷ്യം പിടിക്കാന്ന് അറിയോ? ഒരു 100 മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് അല്ലേ? അവിടെ വന്നിരുന്നിട്ട് ഈ കുരുകുനു കുരുകുനു എന്ന് പറയേണ്ട കാര്യമില്ല. ഒന്നാമത് ഞാൻ ഡയറക്റ്റ്ലി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് ബമ്പിൾ ഉണ്ട്. ഇടക്കാലത്ത് ഞാനൊരു റിലേഷനിലായ സമയത്ത് ബമ്പിളിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് റിലേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും ഇപ്പൊ ആക്റ്റീവായി. ഇത് ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ആപ്പാണ്. ആണാ? വാട്സപ്പ് പോലെയും ഇൻസ്റ്റാഗ്രാം പോലെയും. പിന്നെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള വ്യക്തികൾ തമ്മിൽ ഡേറ്റ് ചെയ്യുന്ന സമ്പ്രദായമാണ് അല്ലേ? ഈ സമ്പ്രദായത്തിലൂടെയാണോ നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നത്? ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആണും പെണ്ണും എന്തിനാ ഇഷ്ടപ്പെടുന്നത്? രൂപക്കൊട്ടിൽ കൊണ്ടുവയ്ക്കാനല്ലോ വീട്ടിലെ. അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടണം, അതിനു വേണ്ടിട്ടല്ലേ? അപ്പൊ ഈ ഡേറ്റിംഗ് മോശമാണോ ചീത്തയാണോ? മോശമുള്ള കാര്യമല്ലല്ലോ ഈ സംഭവിക്കുന്നത്. അതാത് പ്രായങ്ങളിലല്ലേ നടക്കണ്ടത്. മുല കുടിക്കേണ്ട പ്രായത്തിലല്ലേ മുല കുടിക്കേണ്ടത്. അല്ല 40 വയസ്സായിട്ട് എന്റെ അമ്മയുടെ മുല കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടുവോ? കിട്ടുവോ? 40 വയസ്സായി വരുത്ത അമ്മയുടെ മുല കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടുവോ? കിട്ടും. അപ്പൊ കിട്ടേണ്ട സമയത്തല്ലേ മുല കുടിക്കേണ്ടത്, ആ പ്രായത്തില്. അപ്പൊ അതാത് പ്രായങ്ങളിൽ ചെയ്യേണ്ട വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് പ്രായങ്ങളിൽ ചെയ്യണം. അത് ചെയ്യാതെ അയ്യേ അയ്യേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് ആവുമ്പോ അത് ചെയ്യുന്നത് കൊണ്ടൊരു പ്രശ്നമില്ല. അതൊരു മോശം പ്രവൃത്തിയുമല്ല. മോശം പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മോശമാണെന്ന് തോന്നിയിട്ടൊരു കാര്യം ചെയ്യുന്നതും അത് താൻ ചെയ്യുന്നില്ല എന്ന് ആളുകളെ ധരിപ്പിക്കുന്നതും താൻ വലുതാണെന്നും മറ്റൊരുത്തൻ മോശമാണെന്നും ചിത്രീകരിക്കുന്നതാണ്. ആണാ? അപ്പൊ ഒരാളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് മോശത്തരമല്ല. അത് പറയാതിരിക്കുകയും അത് ചെയ്യുന്നതുമാണ് മോശത്തരം. മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ് ചക്കം. സ്വന്തം ഇന്റർവ്യൂ കണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഏത് ഇന്റർവ്യൂ ഏറ്റവും ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അന്ന് കാല് എന്റെ ലിഗമെന്റ് തെറ്റിയിട്ട് തല്ലുമാലയുടെ ഷൂട്ട് നടന്ന സമയത്ത് കാലില് പ്ലാസ്റ്റർ ഇട്ടിട്ട് 2-3 ആന്റിബയോട്ടിക് അടിച്ച് പെയിൻ കില്ലേഴ്സ് അടിച്ചിട്ട് ക്രൗണിൽ വന്ന് കയറുക റൂമില്. അപ്പൊ അന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ വെയിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട്. അപ്പൊ എനിക്ക് അതിന് വരാൻ പറ്റില്ല. അപ്പൊ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഒരു 10-15-20 ഇന്റർവ്യൂസ് ഉണ്ട്. അത് മുഴുവൻ ഞാൻ ആ കാൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് ഇരുന്ന് കൊടുത്തു. അതിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ ആയപ്പോഴേക്കും എന്റെ നോർമൽ അല്ലല്ലോ നിന്റെ നോർമല് എന്നുള്ള രീതിയിലേക്ക് എത്തി എന്റെ സംസാരം. ഒരാൾ ആന്റിബയോട്ടിക് അടിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായിട്ടും മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അയാളുടെ സംസാരം സ്ഫുടതയില്ലാത്തതും കുഴഞ്ഞതുമാവും അല്ലേ?
അങ്ങനെ എല്ലാ വന്നവർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേ ദിവസം കണ്ട വാർത്ത എന്താണ്? അടിച്ച് ഫിറ്റായി വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്തു ടോം ചാക്കോ എന്ന്. ഞാൻ ഇതൊക്കെ കണ്ട് ചിരിക്കാന്നല്ലാതെ പിന്നെ എന്താ ചെയ്യാ അല്ലേ? ആ ഇന്റർവ്യൂ എടുത്തവർ തന്നെയല്ലേ ഈ വാർത്ത വിട്ടിട്ടുള്ളത്. അപ്പൊ അവർക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. അപ്പൊ അവര് അറിയാത്ത ആൾക്കാർക്ക് അതെങ്ങനെയാണ് ആ വാർത്ത എത്തിച്ചത്? സോഷ്യൽ മീഡിയ. അതിനെയാണ് പറയണത് എന്താണ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്.